ഷാലോം ഹീലിംഗ് നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ആയിരങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നീട്ടപ്പെട്ടുവെന്ന് അനേകരുടെ സാക്ഷ്യങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെയും കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ഒരുപക്ഷെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കഴിവിനേക്കാളും അപ്പുറത്തുള്ളതായിരിക്കാം. നമുക്ക് കൊടുത്തു തീർക്കാൻ വയ്യാത്ത കടങ്ങൾ, വീണ്ടെടുക്കാൻ കഴിയാത്ത നഷ്ടങ്ങൾ, നമുക്ക് അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ, ഇങ്ങനെ നിസ്സഹായതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിസ്സഹായരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിസ്സഹായത അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം നിരാശയിലേക്ക് നയിക്കാനുള്ള നിമിഷങ്ങളല്ല, മറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനുള്ള നിമിഷങ്ങളാണ്. നിസ്സഹായതയുടെ നിമിഷങ്ങൾ ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ്. നിസ്സഹായതയുടെ നിമിഷങ്ങൾ ദൈവത്തിൽ ശരണപ്പെടാനുള്ള നിമിഷങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വഴി അനുഭവപ്പെടുന്ന നിസ്സാരതയും നിസ്സഹായതയും എല്ലാം ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മളുടെ ജീവിതത്തെ സറണ്ടർ ചെയ്യാൻ തയ്യാറായാൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആ മേഖലകളിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ബൈബിളിൽ 2 ദിനവൃത്താന്തം 14 ആസാ രാജാവിൻ്റെ യൂദയായിലെ രാജാവായ ആസായുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. യൂദ ഒരു ചെറിയ രാജ്യമാണ്, അധികം സൈനിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എത്യോപ്യയിലെ സേറ എന്ന രാജാവ് 10 ലക്ഷം പടയാളികളുമായി 300 രഥങ്ങളുമായി വന്ന് യൂദായെ ആക്രമിക്കാൻ ഒരുങ്ങി. ഇത്രയും വലിയ ഒരു സൈനിക ശക്തിയോട് നേരിടാനുള്ള ശക്തി ആസായിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ആസ ഭയപ്പെട്ട് പിന്മാറിയില്ല. തനിക്കുണ്ടായിരുന്ന സൈനികരെല്ലാം സമാഹരിച്ചുകൊണ്ട് 10 ലക്ഷത്തോളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടാനായി അദ്ദേഹം ഒരുങ്ങി. ആ സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 2 ദിനവൃത്താന്തം 14-11. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറ്റിക്കഴിഞ്ഞാൽ ആസായുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും. ആസ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ബലവാന്മാരോട് എതിരിടുവാനായിട്ട് ബലഹീനനെ സഹായിക്കുവാൻ അങ്ങല്ലാതെ ആരുമില്ല. കർത്താവെ, ബലവാനോട് നേരിടുവാൻ, ബലഹീനനെ സഹായിക്കുവാൻ അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങളെ സഹായിക്കണമേ. ആസായുടെ ഉള്ളിൽ നിറങ്ങിയ ഈ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ 10 ലക്ഷത്തോളം വരുന്ന എത്യോപ്യൻ സൈന്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സൈനിക ശേഷി കൊണ്ടോ യുദ്ധ നൈപുണ്യം കൊണ്ടോ ഉണ്ടായതൊന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ശക്തിയില്ലായിരിക്കാം, നമുക്ക് അറിവില്ലായിരിക്കാം, സഹായിക്കാൻ ആളില്ലായിരിക്കാം, മാനുഷികമായി വിജയിക്കാനുള്ള ഒരു സാധ്യതയും ജീവിതത്തിലില്ല. എല്ലാം പ്രതികൂലമാണ്. പക്ഷേ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരാജയപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം ഉണർത്തി വേണം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ. ഒരുപക്ഷെ നമ്മുടെ അയോഗ്യതകളും നമ്മളുടെ വിശ്വാസക്കുറവും മൂലം നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കും. അവിടെയും നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ കുറവുകളിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം നമുക്കൊരു അമ്മയെ തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ പരിശുദ്ധ അമ്മ. അമ്മയെ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ യോഗ്യതകൾ നമ്മുടെ അയോഗ്യതകൾ എടുത്തു നീക്കും. അമ്മയുടെ പ്രാർത്ഥന വഴി സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. പക്ഷേ ക്രിസ്റ്റഫർ കൊളംബസിനെ അമേരിക്ക കണ്ടുപിടിക്കാൻ സഹായിച്ചത് ആരാണെന്നറിയാമോ? സ്വർഗത്തിലെ പരിശുദ്ധ കന്യകയാണ്. ക്രിസ്റ്റഫർ കൊളംബസും 19 നാവികരും കൂടി പുതിയ ഭൂമി കണ്ടെത്താൻ വേണ്ടി സ്പെയിനിൽ നിന്നും യാത്രയാവുകയാണ്. അങ്ങനെ അവരുടെ കപ്പൽ പുതിയ ദേശങ്ങൾ അന്വേഷിച്ച് കടലിലൂടെ നീങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, പക്ഷേ കര കണ്ടെത്താൻ സാധിക്കുന്നില്ല.
ഒരു ഭൂപ്രദേശവും അവരുടെ മുമ്പിൽ വെളിപ്പെടുന്നില്ല. അവരിൽ പലർക്കും ആശങ്കയുണ്ടായി ആ സമയത്ത്. കാരണം ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ ചെല്ലും? നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമോ? എത്തിപ്പെടാൻ പറ്റിയില്ല എങ്കിൽ ഈ കടലിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇനി ഒരിക്കലും തങ്ങളുടെ സ്വന്തം നാടോ സ്വന്തക്കാരോ കാണാൻ പറ്റില്ല. ഈ ചിന്ത പല നാവികരെയും ഉത്കണ്ഠാഭരിതരാക്കി മാറ്റി. കപ്പലിലെ ഭക്ഷണ സാധനങ്ങളുടെ കലവറയുടെ ചുമതല വഹിച്ചിരുന്ന റൊണാൾഡ് വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം കണക്കുകൂട്ടി നോക്കി. സ്പെയിനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് 24 ദിവസമായി. ഇനിയും അവശേഷിക്കുന്ന ഭക്ഷണം 20 പേർക്ക് 24 ദിവസം ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ കപ്പൽ തിരിച്ച് നാട്ടിലേക്ക് മടക്കണം. ഇന്ന് തന്നെ കപ്പലിൻ്റെ ഡയറക്ഷൻ മാറ്റി തിരിച്ചു പോകാൻ തുടങ്ങിയാൽ 24 ദിവസം കൊണ്ട് സുരക്ഷിതമായി സ്പെയിനിലെത്താം. ഇനിയും മുന്നോട്ട് പോയാൽ ഭൂമി കണ്ടെത്തിയില്ല എങ്കിൽ, പുതിയ ദേശങ്ങളും കണ്ടെത്തിയില്ല എങ്കിൽ തിരിച്ചു പോകാനുള്ള ഭക്ഷണമില്ല. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം റൊണാൾഡ് കൂട്ടുകാരോട് പറഞ്ഞു, ഇന്ന് തന്നെ നമുക്ക് മടക്ക യാത്ര ആരംഭിക്കാം. അങ്ങനെ ഈ 19 നാവികരും റൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ കൊളംബസിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇത്രയും ദിവസങ്ങളായി യാത്ര പുറപ്പെട്ടിട്ട്, ഇത്രയും ദിവസങ്ങൾ നമ്മൾ കടലിലൂടെ അലഞ്ഞു തിരിഞ്ഞു, ഒരിടത്ത് ഒരു പുതിയ കരയോ നാടോ ഒന്നും കണ്ടില്ല. ഇനി ഇങ്ങനെ പോകുന്നത് ബുദ്ധിപൂർവ്വമല്ല. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനുള്ള ഭക്ഷണം മാത്രമേ ഇനിയുള്ളൂ. കൊളംബസ് പറഞ്ഞു, ഒരിക്കലും ഇല്ല. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുവോ അത് പൂർത്തീകരിച്ചിട്ടേ നമ്മൾ തിരിച്ചു പോകുകയുള്ളൂ. പക്ഷേ റൊണാൾഡ് സംഘവും കൂടി ഈ കൊളംബസിനെ കപ്പലിൻ്റെ പായ്മരത്തിൽ കെട്ടിയിട്ടു. റൊണാൾഡ് കപ്പലിൻ്റെ ക്യാപ്റ്റനായി കപ്പൽ തിരിച്ച് സ്പെയിനിലേക്ക് വിടാൻ തീരുമാനിച്ചു. നിസ്സഹായനായി നിൽക്കുന്ന കൊളംബസ്. ആ സമയത്ത് കൊളംബസ് അവരുടെ അവസാനമായിട്ടൊരു അഭ്യർത്ഥന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 20 പേർക്ക് 24 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ടല്ലോ, ഒരു ദിവസം കൂടി നിങ്ങൾ ഈ കപ്പൽ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുക. എന്നിട്ടും കരയൊന്നും കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ കടലിൽ എറിഞ്ഞു കളയുക. അപ്പോൾ എൻ്റെ ഒരാളുടെ 20 ദിവസത്തെ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൂടി യാത്ര ചെയ്യാൻ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശത്തോട് നാവികർ സമ്മതിച്ചു. അങ്ങനെ കൊളംബസിനെ പായ്മരത്തിൽ നിന്നും കെട്ടഴിച്ചു വിട്ടു. അദ്ദേഹത്തിന് ഒരു ദിവസം കൂടി, അടുത്ത ദിവസം പ്രഭാതം വരെ അനുവാദം കൊടുത്തിരിക്കുകയാണ് കപ്പൽ മുന്നോട്ട് നയിക്കാൻ. അടുത്ത ദിവസം പ്രഭാതത്തിൽ കരയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ പിന്നുള്ള വഴി ഇതാണ്, കൊളംബസിനെ കടലിലെറിയുന്നു, ഇവർ തിരിച്ച് സ്പെയിനിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ കൊളംബസിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു രാത്രിയായിരുന്നു രാത്രി. ആ രാത്രി മുഴുവനും മരിയഭക്തനായ കൊളംബസ് കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവുമേ ശരണവുമേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ജപം പ്രഭാതം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം, കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് കപ്പൽ അന്ന് പോകുന്നത്. ഡയറക്ഷനൊന്നും കൃത്യമായിട്ട് അറിയില്ല, എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയാണ്. അപ്പോൾ ഈ കടൽക്കാറ്റ് എങ്ങോട്ടാണോ ഡയറക്ഷൻ വരുന്നത് അതുപോലെ കപ്പൽ മാറിപ്പോകാം. കപ്പലിൽ ഈ കാറ്റ് കുറവാണെങ്കിൽ സ്പീഡ് കുറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല അന്ന്. അങ്ങനെ രാത്രി മുഴുവനും പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൊളംബസ് നിലവിളിച്ചു കരഞ്ഞു. പ്രഭാതമായി, സൂര്യൻ ഉദിച്ചു. അദ്ദേഹം കപ്പലിൻ്റെ മുകൾ പരപ്പിൽ നിന്ന് മുന്നിലേക്ക് നോക്കി. അദ്ദേഹത്തിന് അങ്ങ് ദൂരെ കര കാണാൻ സാധിച്ചു. സന്തോഷം കൊണ്ട് അദ്ദേഹം തുള്ളിച്ചാടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെയാണ് അമേരിക്ക കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ കാറ്റനുകൂലമല്ലായിരുന്നെങ്കിൽ, ആ രാത്രിയിൽ ആ നിശ്ചിതമായ സ്പീഡിലൂടെ മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ, ആ പ്രഭാതത്തിൽ കര കാണാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അമേരിക്ക കണ്ടെത്താനുള്ള യാത്ര പൂർത്തിയാക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം കടലിലെറിഞ്ഞ് അദ്ദേഹം പിന്മാറിപ്പോരേണ്ട അവസ്ഥയുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയോടുള്ള ആ നിലവിളിച്ചുകൊണ്ടുള്ള ആ രാത്രി ജാഗരണം, അത് ദൈവത്തിൻ്റെ കൃപ കടന്നു വരാനിടയായി കൊളംബസിന് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതയാത്രയിൽ ഒരുപക്ഷെ മടുത്ത് പിൻവാങ്ങാൻ തോന്നുന്ന നിമിഷങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇനിയും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എല്ലാം വഴിമുട്ടി തകർന്ന് തരിപ്പണമായി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരിക്കാം. കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. പക്ഷേ തെറ്റിപ്പോയ കണക്കുകൂട്ടലുകൾ ശരിയാക്കാൻ കഴിയും കർത്താവിന്. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃപ കിട്ടും.
നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ദൈവം നമ്മളെ എത്തിക്കും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ സാഗര താരമാണ്. കടലിൽ വഴിയറിയാതെ ഉഴലുന്ന നാവികർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അമ്മ വഴികാട്ടിയായി ശുഭതീരം കാണിച്ചു കൊടുത്ത അമ്മ ഈ രാത്രിയിൽ, ഈ മണിക്കൂറിൽ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന തുടരാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ നല്ലൊരു അവസരവും സാഹചര്യവും സമയവും ദൈവം നമുക്കൊരുക്കി തന്നല്ലോ. ആ ഒരു നല്ല കാര്യത്തെ ഓർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ജപമാല സഖ്യത്തിൽ പങ്കെടുത്തവർ, ഷാലോം ഹീലിംഗ് മിനിസ്ട്രി ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും ഇതാ എനിക്കും നിങ്ങൾക്കും ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഇപ്പോൾ തന്നെ വിളിച്ചു പറയുക, അറിയിക്കുക. കുറച്ചു നേരം സമയമുണ്ടെങ്കിൽ, സാഹചര്യം അനുകൂലമാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ മാറിയിരിക്കാൻ പറയുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഇതിൻ്റെ ലിങ്കുകൾ അയച്ച് ഷെയർ ചെയ്ത് അനേകരെ ഈ പ്രാർത്ഥനയുടെ തണലിലേക്ക് കൊണ്ടുവരിക. അതൊരു സുവിശേഷ വേല തന്നെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ വചനം പറയണം. നമുക്കങ്ങനെയൊന്നും പോകാൻ ചിലപ്പോൾ സമയവും സാഹചര്യമൊന്നും ഇല്ലേലും ഇപ്പോഴത്തെ നമ്മളുടെ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ സൗകര്യങ്ങളാണ്. നമുക്ക് ഈ ലോകത്തിൻ്റെ എവിടെയുള്ള ഒരാൾക്കും നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ദൈവവചനം, ആരാധന, എപ്പോഴാണോ ഒരു പ്രാർത്ഥന, ഒരു ആരാധന, ഒരു വചനം നമ്മളെ സ്വാധീനിക്കുന്നത്, അപ്പോൾ അതനേകർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ കൈകൾ, നമ്മുടെ മനസ്സ്, അത് അസൂയ പാടില്ല. ചിലർ ചിന്തിക്കും, അത് അവർ കേട്ടിനി അനുഗ്രഹം പ്രാപിച്ചാലോ, അല്ല അവർക്കൊരു അനുഗ്രഹം ആയാലോ. അങ്ങനെ ഒരു വിഷമമുള്ള മനസ്സ് പാടില്ല.
നമ്മളൊരു അനുഗ്രഹത്തിന് കാരണമാകണം. നമ്മളൊരു അനുഗ്രഹത്തിന് കാരണമാകണം. ഈ കുടക്കീഴിൽ, ഈ പ്രാർത്ഥനയുടെ കുടക്കീഴിൽ നിൽക്കുമ്പോൾ കുറേ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി പരസ്പരം സ്നേഹിക്കുന്നതിലാകണം, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരാകണം. ഇല്ലാത്തത് ഉള്ളതും പറഞ്ഞു നടക്കുന്നവരാകരുത്, ശാപമാകരുത്. നമ്മളൊരു അനുഗ്രഹമാകണം. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ നിങ്ങളൊരു അനുഗ്രഹമാകണം. അവരെക്കുറിച്ച് നല്ലത് പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ കൂടെ നിർത്തണം. വിഷമത്തിൽ മനസ്സ് തളർന്നിരിക്കുന്ന ഒരാളാണ്, എൻകറേജ് ചെയ്യണം, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഇതൊക്കെ ഒരു സുവിശേഷ വേലയാണ്. ഒത്തിരി പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ ഒരു കുടക്കീഴിൽ നിൽക്കുമ്പം ഒത്തിരി പേരെ നമ്മുടെ കരങ്ങൾ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഒത്തിരി പേര് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവർ പെട്ടെന്ന് എഴുന്നേൽക്കും. സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്, എന്തുണ്ടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളിവിടെയല്ലേ ഉള്ളത്. ഇങ്ങനെയൊക്കെ ഒരു വാക്ക് കൊണ്ടൊരാളെ ധൈര്യപ്പെടുത്താൻ കഴിയുമോ? അതൊക്കെ ചെയ്യണം. അതൊക്കെ സുവിശേഷ വേലയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു നല്ല ദിവസം ദൈവം ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാനൊക്കെ തന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുമായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി, ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ നിയോഗങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ മാസവും നമ്മളിങ്ങനെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതാ വീണ്ടും അടുത്ത മാസവും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ശാലോം പ്രാർത്ഥന കൂട്ടായ്മ ഉള്ളവർ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ അയച്ചു തരുമ്പോൾ അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ മറുപടി അയക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച്, കുടുംബമായി പ്രാർത്ഥിച്ച്, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ച്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ സങ്കടങ്ങളിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തെ നന്മയായി അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച്, ഒത്തിരി സങ്കടമുള്ള വിഷയങ്ങൾ, ഇതാ ഭാരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷയങ്ങളുണ്ട്, എല്ലാം സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ചേർന്ന് പാടാം. ആത്മാവേ എന്നിൽ നീ പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ, വിശ്വാസത്തോടെ ഏറ്റെടുത്തേ. ആത്മാവേ എന്നെ നീ ഒരു തീയായി മാറ്റണമേ. ഒരിക്കൽ കൂടിയാവുന്നു പാടിയേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണം, കത്തിപ്പടരണമേ. ആത്മാവേ, ആത്മാവേ എന്നെ നീ ഒരു തീയായി മാറ്റണമേ. നമ്മളുടെ കരങ്ങളെ ചേർത്തടിച്ച് വളരെ സന്തോഷത്തോടെ കുടുംബമായിരുന്നു എപ്പോഴാണെന്നറിയാമോ സന്തോഷിക്കാൻ കഴിയുക? ദൈവം എൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന വ്യക്തികൾ നിരാശപ്പെടില്ല, അവർ സന്തോഷിക്കും. ദൈവത്തിൽ സന്തോഷിക്കുക. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കുന്ന നല്ലൊരു സമയം എല്ലാവരും ചേർന്ന് മനോഹരമായി ഗാനം ചേർന്ന് പാടുന്നു. പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവെന്നാണ് അർത്ഥമറിഞ്ഞ് ആത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച്. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. പാടാമോ? ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ഒരുമിച്ച്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ,
ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയേക്കണമേ. എല്ലാവരും ചേർന്ന് കർത്താവേ, ഇപ്പോൾ ഈ ഒരു ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, രോഗികളുണ്ട്, കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട്, പ്രതിസന്ധികളിൽ കഴിയുന്നവരുണ്ട്, ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു നിൽക്കുന്നവരുണ്ട്, ജീവിക്കണോ മരിക്കണോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അത്ഭുത മണിക്കൂറാക്കി മാറ്റണമേ. ദൈവിക ഇടപെടലിൻ്റെ അത്ഭുതം നടക്കുന്ന സമയമാക്കി മാറ്റണമേ. ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്ന മിനിറ്റുകളായി ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടാം. ഏലിയായുടെ ദൈവമേ അഗ്നിയേക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയേക്കണമേ. പാടാമോ? ഏലിയായുടെ ദൈവമേ അഗ്നിയേക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയേക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. പാടാം. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഓ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കർത്താവേ, ഇതാ കുടുംബങ്ങളിൽ സങ്കടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം വിഷമിക്കുന്നവരുണ്ടാകാം. മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയ സാഹചര്യത്തിൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ടാകാം. വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചു മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോയവരുണ്ടാകാം. വിവിധ പരീക്ഷകൾ എഴുതി പല പ്രാവശ്യം അതിൽ തോറ്റുപോയവരുണ്ടാകാം. ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. എത്ര പണമുണ്ടായാലും അത് ആശുപത്രിയിൽ കൊടുക്കാനേ തികയുന്നുള്ളൂ, മരുന്ന് മേടിക്കാൻ പോലും തികയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുണ്ട്. വരുമാന മാർഗങ്ങളിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ചേർത്ത് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവീക ഇടപെടലിന് വേണ്ടി ഒരുങ്ങുന്നു. പാടാം. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ ഒരു തീയായി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഈ കുടുംബങ്ങളെ, നിയോഗങ്ങളെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വിശ്വസിച്ച് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവേ, സാന്നിധ്യം ഒഴുക്കണമേ, സാന്നിധ്യം നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, അഭിഷേകം നൽകണമേ, തടസ്സങ്ങൾ മാറണമേ. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു വചനം ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ അനേകം പ്രാവശ്യം കേട്ട് മടുത്ത വിഷയമാകാം, അല്ല അനേകം പ്രാവശ്യം കേട്ട് പരിചയമുള്ളൊരു ഭാഗമാകാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അതിൽ ജീവനുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഒരു വചനമാണ്. എല്ലാത്തിനുമുള്ള ഉത്തരം എല്ലാവരുടെയും കയ്യിലില്ല. എന്നാൽ ദൈവവചനത്തിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ ഏത് വിഷയത്തിനുമുള്ള പരിഹാരമുണ്ട്, ഉത്തരമുണ്ട്. ചോദ്യചിഹ്നം മാത്രമല്ല, ജീവിതത്തിൽ പലരുടെയും ജീവിതം ചോദ്യചിഹ്നമാണ്, ഉത്തരമില്ല. പക്ഷേ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഒരു ഉത്തരവുണ്ട്. ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിനും ഈ പുസ്തകത്തിൽ, ഈ വേദപുസ്തകത്തിൽ, ഈ ബൈബിളിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉത്തരവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണ്. യുദ്ധം നടക്കുമ്പോൾ സന്തോഷമാകത്തില്ല എന്ന് നമുക്കറിയാം. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭയം, പേടി, അസ്വസ്ഥത, ടെൻഷൻ, ദാരിദ്ര്യം എല്ലാം സംഭവിക്കാം. വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയമാണ് യുദ്ധം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളെക്കുറിച്ചും പല പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പം ഇവിടെ യുദ്ധമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മനസ്സിലും എന്തോ ഒരു പേടിയും അസ്വസ്ഥതയും ഒക്കെ നമ്മൾ അനുഭവിക്കും. ഇതൊരു യുദ്ധ സാഹചര്യമാണ്. അമലേക്യർ എന്ന ആ ഒരു രാജ്യത്തിലുള്ള ആളുകൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ഒരു അന്തരീക്ഷമാണ് 8 മുതലുള്ള വാക്യം. അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകൾ പെട്ടെന്ന് തെറ്റി, പ്രതീക്ഷകൾ പെട്ടെന്ന് അവസാനിച്ചു. ആകെ ഒരു അന്ധകാരം നിറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ മോശ പറയുന്നൊരു വാക്കാണ്, തെരഞ്ഞെടുത്ത വഴിയാണ് 10-ാമത്തെ വാക്യം. അവർ 3 പേര് യുദ്ധം ഉണ്ടാവുകയാണ്. 99% പരാജയപ്പെടാനാണ് സാധ്യത. മിക്കവാറും ഇതിലൊരു വിജയം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചപ്പോൾ മോശ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ 3 പേർ മലയുടെ മുകളിൽ കയറി ഈ സമയം പ്രാർത്ഥിക്കാം. അത് നോക്കൂ, ഒരു തീരുമാനമെടുക്കുവാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ കൂടാം, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു യുദ്ധം നടക്കുവാണെങ്കിൽ രാജ്യങ്ങൾ മറ്റ് രാജ്യ തലവന്മാരോട് പറയില്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. യുദ്ധം ചെയ്യാൻ യുദ്ധ ഉപകരണങ്ങൾ തരാനും പട്ടാളക്കാരെ തരാൻ ഞങ്ങളുണ്ട് കൂടെ എന്നാണ് പറയുന്നത്. ഇവിടെ മോശ പറയുന്നത് ഞങ്ങൾ 3 പേരും കൂടെ യുദ്ധത്തിനിറങ്ങാന്നല്ല, ഞങ്ങൾ 3 പേർ മലയുടെ മുകളിൽ പോയി ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ, വിജയം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരമില്ലായിരിക്കാം. നിങ്ങളുടെ പല കാര്യങ്ങളുടെ മുമ്പിലും പകച്ചു നിൽക്കുന്ന ഒരാളായിരിക്കാം. രോഗം കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ എന്തുകൊണ്ടോ ആകാം പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ജീവിതം കൊടുത്തിട്ട് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. മോശയും അഹ്റോനും ഹൂറും യുദ്ധത്തെ പേടിച്ചു പോയവരല്ല. യുദ്ധത്തിൽ മരിച്ചു പോകുമോ, ഇനി കൈകാലുകൾക്ക് ഉപദ്രവം, പരിക്കുണ്ടാകുമോ എന്ന് പേടിച്ച് മലയുടെ മുകളിൽ ഇപ്പോൾ ഒളിച്ചിരുന്നവരല്ല, പ്രാർത്ഥിക്കാൻ പോയവരാണ്. 3 പേരെ പോയിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ അദൃശ്യകരം പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ ഉയർത്തിയ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അവരുടെ ആ നിയോഗത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. ഞാനത് വായിക്കാം. 10-ാമത്തെ വാക്യം. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു, പ്രാർത്ഥനയോടെ നിന്നു. മലയുടെ മുകളിൽ പോയി കയറി അതിൻ്റെ മുകളിൽ ഇതുപോലെ കാർപ്പറ്റ് ഇട്ട സ്ഥലത്തോ ഒരു പ്രയർ റൂമിലോ ഫാനൊക്കെ കിടക്കുന്ന AC റൂമിലോ ഒന്നുമല്ല ഇരുന്നത്. മലയുടെ മുകളിൽ വെയിലുള്ള ഒരു സ്ഥലത്ത് പോയി മോശ അവിടെ നിന്നു. 2 പേര് സഹായികളായി കൂടെയുണ്ട്.
അഹറോനും ഹൂറും 3 പേര് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ പല ഭയവും അസ്വസ്ഥതയും ക്ഷീണവും നിരാശയും വിഷമമൊക്കെയുണ്ട്. കാരണം ഒരു യുദ്ധം വന്ന് എല്ലാം തകർന്നു പോകാൻ സാധ്യതയുള്ള സമയത്ത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് 11-ാമത്തെ വാക്യം, മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പദം, ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് അവിടെയുണ്ട്. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, അപ്പോൾ പ്രാർത്ഥനയുടെ കരമുയർന്നപ്പം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി, ആ കരത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലയുടെ മുകളിൽ ഒരാൾ കരമുയർത്തി പിടിച്ചു എന്ന് വിചാരിച്ച് യുദ്ധസ്ഥലത്ത് എങ്ങനെയാണ് വിജയം ഉണ്ടാകുന്നത്? രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. നമ്മളും പറയില്ലേ, പഠിച്ചാൽ ജയിക്കാം, എന്തിനാ പുറേ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ കണക്റ്റഡ് ആണ്. പ്രാർത്ഥന ഉയരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ അളവും വീതിയും ഒക്കെ വർദ്ധിക്കും. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച മെസ്സേജ് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നല്ല. 30,000 പേര് പ്രാർത്ഥിച്ചിട്ടില്ല, 3 പേരെ, ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ? ഒരാളേലുമുണ്ടോ? കരങ്ങൾ ഉയർത്താൻ ഒരാളുണ്ടോ? അവിടെ ഒരു വിജയവും കാത്തു നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ ഒരാൾ മതി, ഒരാൾ മതി. അവിടെ ദൈവപ്രവൃത്തി വെളിവാകും. നമുക്കൊന്ന് ഈ പ്രാർത്ഥിച്ചതുപോലെ മോശ കരങ്ങൾ ഉയർത്തി നിന്ന് ആ ഒരു കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നിൽക്കുന്നത് നമ്മളെപ്പോലെ കുഞ്ഞൊരു വിഷമത്തിൻ്റെ മുമ്പിലല്ല. കാലയിലൊരു പരു വന്നു, കയ്യിലൊരു വേദന വന്നു, കുഞ്ഞൊരു ജോലി കിട്ടിയില്ല, ഈ സ്ഥലക്കച്ചവടം നടന്നില്ല, അങ്ങനെയുള്ള കുഞ്ഞു വിഷമമല്ല. ഒരു രാജ്യം മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുള്ള ഒരു ഇരുട്ട് പിടിച്ച അന്തരീക്ഷത്തിലാണ് കരമുയർത്തി പ്രാർത്ഥിച്ചത്. ആരാ പറഞ്ഞത് പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന്? ആരാ പറഞ്ഞത് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന്? പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ദൈവം തെളിയിച്ച ഭാഗമാണിത്. അത് പ്രൂവ് ചെയ്ത ഭാഗമാണിത്. മോശ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കാൻ ഇവരോട് പോയവരുടെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് പെർമിഷൻ ചോദിച്ച് ചെന്നപ്പം നിങ്ങൾ 3 പേര് പ്രാർത്ഥിക്കാൻ പോകാൻ പറഞ്ഞ് ഈ പെർമിഷൻ കൊടുത്ത ആളുടെ വിശ്വാസം നോക്കിക്കേ. യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ എവിടെ പോവുക? എവിടെ എങ്ങാനും ഇരിക്കുക? ഈ യുദ്ധത്തിന് ഒരാൾ സഹായിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ പെർമിഷൻ കൊടുത്ത ആളുകൾക്ക് വരെ അറിയാം. പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, നിങ്ങളൊരു മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് കരമുയർത്ത്. ഒരു യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊന്ന് ഉയർത്തിക്കേ. നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഏതു നിലയിലുള്ള ആളായിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? അല്പം സ്വരമുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റൊരു സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങൾക്കിപ്പം? അങ്ങനെയെങ്കിൽ സാധിക്കുന്ന ശബ്ദത്തിൽ, സാഹചര്യം പോലെ നിങ്ങളൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കരം ആകാശത്തേക്ക് ഞാൻ ഉയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി എൻ്റെ മേൽ വയ്ക്കും. അതാണ് ഇവിടെ നടന്നത്. കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് അധരം തുറന്ന്, മോശ ആ ഒരു മലയുടെ മുകളിൽ കയറി പ്രാർത്ഥനയോടെ നിന്നതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് സ്തുതിച്ച്, മനസ്സ് തുറന്ന്, അധരം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച്, പോരാ, ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാനൊന്ന് ആഗ്രഹിച്ച്, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനൊന്ന് ആഗ്രഹിച്ച്, ദൈവത്തിന്റെ അനുഗ്രഹം സംഭവിക്കുവാനൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഞാൻ നിൽക്കുന്നത് ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ്, ഞാൻ നിൽക്കുന്നത് ഒരു വെല്ലുവിളിയുടെ മുമ്പിലാണ്, ഞാൻ നിൽക്കുന്നത് ഒരു കടബാധ്യതയുടെ മുമ്പിലാണ്, ഞാൻ നിൽക്കുന്നത് ഒരു തകർച്ചയുടെ മുമ്പിലാണ്. എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മോശയെ പോലെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എരിഹോ മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല. നോക്കൂ, ചേർന്ന് എരിഹോ മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ പാടാമോ? ഒന്നിച്ചു നാം
ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തിയപ്പം താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽക്കാർക്ക് ശക്തി കൂടുതലും അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് വിജയമായി മാറി. സ്വന്തം കഴിവിലും ബുദ്ധിയിലും ശക്തിയിലും ആരോഗ്യത്തിലും മാത്രമല്ല വിജയമുള്ളത്, അതിൻ്റെ കൂടെ പ്രാർത്ഥന കൂടി വരുമ്പോഴാണ് അതിലൊരു അനുഗ്രഹമായി വരുന്നത്. ഒരു രാജ്യമെടുത്ത തീരുമാനമാണിത്. 3 പേരുടെ പ്രാർത്ഥന അതൊരു രാജ്യത്തിന് ഗുണമായി മാറി. ഒരു രാജ്യത്തിന് പോലും എന്തു വേണം? പ്രതിസന്ധിയുടെ സമയത്ത് വിജയം ഉണ്ടാകാൻ 3 പേരുടെ പ്രാർത്ഥന വേണമായിരുന്നു. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറണമോ, നിങ്ങളുടെ മക്കൾ വിജയിച്ചു വരണമോ, നിങ്ങളുടെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അവർക്കാവശ്യമാണ്. ചിലർ ചിന്തിക്കും എനിക്ക് പണം മതി, വീട് മതി, സൗന്ദര്യം മതി. പക്ഷേ എന്നിട്ട് ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലത്തും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയില്ലേ, പരാജയപ്പെട്ടു പോയില്ലേ? എപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കടാക്ഷം വേണം, കരമുയർത്തി പ്രാർത്ഥന വേണം. ഇത് ബൈബിൾ എഴുതിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മനുഷ്യരല്ലേ, 2 കൈ മോശയുടെ തളർന്ന് പൊട്ടിപ്പോകുന്ന പോലായി. നമ്മൾ പറയില്ലേ, കൈ കഴച്ച് പൊട്ടിപ്പോകുന്ന പോലായി എന്ന്. ഭയങ്കര വേദനയായി. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാ. നമ്മുടെ കൂടെ നിൽക്കുന്നവരും ആ ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്നവരെല്ലാത്തിനും കുറ്റവും കുറവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ആ ടീമിനെ സമ്മതിക്കണം. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന അഹ്റോനും ഹൂറും നല്ലൊരു ടീമാണ്. മോശ പറഞ്ഞ് എൻ്റെ കൈ എനിക്ക് വയ്യാണ്ടാ, എനിക്ക് പറ്റൂല. അപ്പോൾ അഹ്റോനും ഹൂറും എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് വന്ന് അടുത്ത് കൊണ്ടുപോയി വച്ചിട്ട് അവരതിന്മേൽ നിന്ന് മോശയുടെ കരങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിപ്പിടിച്ചു. നമ്മളാണെങ്കിൽ പറയില്ലേ, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരായിട്ട് നിങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ്, പിന്നെയാണ് ഞങ്ങളുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവനും ചിലപ്പോൾ ഡൗൺ ആകും, പ്രാർത്ഥിക്കുന്ന ആളും ചിലപ്പോൾ കുഴഞ്ഞു പോവും. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ അല്ലേലും നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ തന്നെ ഇപ്പോൾ തളർന്നിരിക്കുക എന്നല്ല പറഞ്ഞത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തു. പ്രാർത്ഥന മാത്രമല്ല ഇവിടെ നടന്നത്, ഒരു മനസ്സോടെ നിൽക്കുന്ന 3 പേരെ കണ്ടോ? കുറ്റവും പറഞ്ഞ് ഇത് പ്രാർത്ഥിച്ച് തീർന്നില്ലേ, കൊതി തീർന്നില്ലേ, ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും കണ്ടോ? പ്രാർത്ഥനയ്ക്കൊരു അല്പ ക്ഷീണം വന്നപ്പം 2 പേരും സപ്പോർട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരിഷ്ടം പോലെ എല്ലാ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്നവരിന്ന് കുറവാണ്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മളെ ദൈവം വിളിച്ചത്, പരസ്പരം കൂടെ നിൽക്കുന്നവരെ എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതൊരു വലിയ പുണ്യമാണ്, സുവിശേഷ വേലയത്. നമ്മൾ പലരും നമ്മുടെ കൂടെയുള്ളവരെ വാക്കുകൊണ്ടൊക്കെ തളർത്തിയിട്ടേ ഉള്ളൂ.
ഒരു നല്ലത് പറയുമോ? നമ്മളൊരു നല്ലത് പറയാൻ മടിയാ, എന്തോ വിഷമമാണ്. നല്ലത് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകുമോ നമുക്കൊരു പേടിയാണ്. മോശയുടെ കൂടെ നിന്ന 2 പേര് നല്ല ശുശ്രൂഷകരായിരുന്നു. നല്ല ഒരു അനുഗ്രഹമുള്ള 2 പേരെയും കൊണ്ടാണ് പോയത്. ആ 3 പേരുടെ ഒരു മനസ്സോടെയുള്ളൊരു പ്രാർത്ഥന കണ്ടോ? എൻ്റെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, അവർ 3 പേരും പ്രാർത്ഥിക്കുന്നത് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടായത്. പ്രാർത്ഥിക്കുന്ന ഈ 3 പേരെ യുദ്ധസ്ഥലത്തിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അപ്പുറത്തിരുന്നല്ല പ്രാർത്ഥിച്ചത്, ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ടാണ്. ആരും അറിഞ്ഞിട്ടില്ല അവരിനി പ്രാർത്ഥനയിൽ ഉഴപ്പുവാണോ അതോ അവിടെ കിടന്ന് ഉറങ്ങുവാണോ. യുദ്ധം പേടിച്ച് പോയവരാ വല്ലോ മാളത്തിൽ കയറിയോ മരത്തിലോ കയറി ഇരിക്കുമായിരിക്കുമെന്ന് ചിലപ്പോൾ താഴെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും. അവർ മലമുകളിൽ പ്രാർത്ഥിച്ചത് ദൈവം കണ്ടു. നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടില്ല, അപ്പുറത്തെ മുറിയിലുള്ളവർ കണ്ടിട്ടില്ല, മക്കൾ കണ്ടിട്ടില്ല, ജീവിത പങ്കാളി പോലും ശ്രദ്ധിച്ചിട്ടില്ല. അടച്ചിട്ട മുറിയിൽ അകത്ത് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥന കാണുന്നു. ദൈവം നിൻ്റെ പ്രാർത്ഥന കണ്ട് ദൈവം മൗനമായിരിക്കില്ല. ദൈവം അതെല്ലാം കേട്ടിട്ട് എത്ര പ്രാർത്ഥിക്കും നോക്കട്ടെ, എത്ര അളവ് അങ്ങനെയല്ല. ദൈവം മനുഷ്യരെ പോലെ നോക്കിയിരിക്കുന്നവനല്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനും ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുന്നവനുമാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ചലിക്കും. മോശയും അഹ്റോനും എന്തു ചെയ്തു എന്ന് ഞാൻ വായിക്കാം. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. നോക്കൂ, ഒരു സ്വിച്ച് ഇടുന്ന പോലെയാണ് എൻ്റെ ആ ബൈബിളിലെ വാക്യങ്ങൾ. സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് കെടുന്നു. ഇതുപോലെ കരം ഉയർത്തുമ്പോൾ വിജയം, കരം താഴ്ത്തുമ്പോൾ പരാജയം. അതെങ്ങനെയാ? മോശയുടെ കരങ്ങൾക്ക് ഇത്രയും, മോശയുടെ കരങ്ങൾ എന്നല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും സാധിക്കും. ഇതാ ശാലോം ടീം അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയം, ഞങ്ങളിവിടെ ഉള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, സങ്കടത്തോടെ നിൽക്കുന്ന സമയം, കരങ്ങൾ താഴ്ത്തിപ്പിടിച്ചപ്പോഴൊക്കെ നമുക്ക് ബോധ്യമായിരുന്നു പരാജയം തന്നെയായിരുന്നു. കുടുംബജീവിതത്തിലാണെങ്കിലും കുറച്ച് സന്തോഷമൊക്കെ വന്ന് പ്രാർത്ഥനയൊക്കെ കുറച്ചു. അപ്പോഴാണ് പ്രതിസന്ധികൾ വന്നത്. നമ്മൾ കുറച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നപ്പോൾ പ്രാർത്ഥന കുറച്ചു, വിശ്വാസം കുറച്ചു, ആരാധന കുറച്ചു, ദൈവത്തോടുള്ള ബന്ധം കുറച്ചു. അതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പരാജയം കയറി വന്നത്. കരങ്ങൾ ഉയർത്തേണ്ട കാലമാണിത്, പ്രാർത്ഥിക്കേണ്ട കാലമാണിത്, ആരാധന ഉയർത്തേണ്ട കാലമാണ്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാലമാണ്, അഭിഷേകം സ്വർഗം തുറന്നിറങ്ങി വരുന്ന കാലമാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, നിയോഗം വെച്ചിട്ടുള്ളവർക്ക് വേണ്ടി, ശാലോം ഹീലിംഗ് മിനിസ്ട്രി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി, ഈ ജപമാല സഖ്യത്തെ പങ്കുചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി, ഈ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, ഓരോ സാഹചര്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ മക്കൾക്ക്. സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ മക്കൾക്ക്. ശക്തി വേണമപ്പ, ശക്തി വേണമപ്പ, ശക്തി വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈ ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന്, പ്രാർത്ഥനാ നിയോഗത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പ്രാർത്ഥന പരാജയപ്പെടില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും പരാജയപ്പെടില്ല. അത് ഈ വചനത്തിലുണ്ട്. മോശ പ്രാർത്ഥിച്ചു, പരാജയപ്പെട്ടോ? പരാജയപ്പെടേണ്ട സ്ഥാനത്താണ് വിജയിച്ചത്. നമ്മളൊക്കെ പരാജയപ്പെടേണ്ട സ്ഥാനത്ത് പരാജയപ്പെട്ടു പോയി. പരാജയം പരാജയപ്പെടേണ്ട സ്ഥലമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ സമയത്ത് അത്ര ഒരുക്കമുള്ള സമയമോ അത്രയും ശക്തിയുള്ള സമയമല്ല. പക്ഷെ ഒറ്റ ശക്തിയാണ് അന്നേരം ബലപ്പെട്ടത്, പ്രാർത്ഥനയുടെ ബലം. പരാജയപ്പെടേണ്ട സ്ഥലത്ത് വിജയത്തോടെ നിന്നു. നിങ്ങളും ആരൊക്കെയോ അങ്ങനെയാണ്. പരാജയപ്പെടേണ്ട സ്ഥാനത്താണ് വിജയിപ്പിക്കുന്നത്. ശരിയാകേലെന്ന് തോന്നിയ സമയത്താണ് പ്രാർത്ഥിച്ചത്. ഇനി നടക്കിയാലെന്ന് തോന്നിയ സമയത്താണ് പ്രാർത്ഥിച്ചത്. അത് എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ, അനുഗ്രഹമാകാൻ കാരണമാകും. ഇനി ഈ ഒരു സാഹചര്യം മാറ്റിയത് നിങ്ങൾ ഓർക്കണം. പ്രാർത്ഥന ഉയർന്നപ്പം 12-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, മോശയുടെ കൈകൾ കുഴഞ്ഞു. മോശയുടെ കൈകൾ കുഴഞ്ഞു. പ്രാർത്ഥിക്കുന്നവനും ചിലപ്പോൾ കുഴഞ്ഞു പോകും, മടുത്തു പോകും, ചിലപ്പോൾ തളർന്നു പോകും. അപ്പോൾ കുറ്റം പറയരുത്. അടുത്ത് നിൽക്കുന്നവരെന്നാ പറഞ്ഞേ നോക്കിക്കേ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 12-ാമത്തെ വാക്യം. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. രണ്ടുപേരും കൂടെ ഒരു കല്ല് കൊണ്ടുവന്ന് അവിടെ. പ്രിയപ്പെട്ടവരെ, അവർ വേണേൽ പറയില്ലേ, എന്തിനാ ഇപ്പം കല്ല്, അയാൾ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നിന്നങ്ങ് പ്രാർത്ഥിക്കട്ടെ. അല്ല, ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. നോക്കി, സപ്പോർട്ട് കണ്ടോ, എൻകറേജ് ചെയ്ത് കണ്ടോ. ഇതൊക്കെ നമ്മളും ചെയ്യണം കേട്ടോ. നിങ്ങളൊരു കുടുംബമായി താമസിക്കുന്ന സ്ഥലത്ത് പരസ്പരം അയൽവാസികളുമായി പിണക്കത്തിലൂടെ അല്ല കഴിയണ്ടേ. ബഹളം വെച്ച് പിണങ്ങി ദേഷ്യപ്പെട്ട് വൈരാഗ്യത്തോടെ വിദ്വേഷത്തോടെ അല്ല ആയിരിക്കേണ്ടത്. അവർ ചിലപ്പോൾ കുഴഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥന കൊണ്ട്, വാക്കുകൊണ്ട്, ജീവിതം കൊണ്ട്, പണം കൊണ്ട്, പറ്റും പോലൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അങ്ങനെ ചെയ്തു. അടുത്തതോ, മോശ അതിന്മേലിരുന്നു. അല്ല, നിങ്ങളുടെ കല്ലൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഒന്നും ആവശ്യമില്ലെന്നല്ല, അതിന്മേലിരുന്നു. അതൊരു സഹകരണമാണ്. ഇരുന്നു. എന്നിട്ടോ അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 സൈഡിലും നിന്നു. നോക്കൂ ആ അന്തരീക്ഷം. മോശ അല്പം തളർന്നിരിക്കുകയാണ്, അല്പം ഡൗണാണ്. മോശേനെ കല്ലേലിരുത്തി മോശയുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 പേര് എത്ര നേരം, 10 മിനിറ്റാണോ, അരമണിക്കൂർ, 1 മണിക്കൂർ, എത്ര സമയം, സൂര്യാസ്തമയം വരെ ആ കൈകൾ ഉയർന്നു നിന്നു. നിങ്ങൾ ഓർക്കണം, മോശ ഒരു കല്ലേലിരിക്കുമ്പോൾ 2 പേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കൈകളും ഉയർന്നായിരിക്കുന്നേ. ആ കൈകളും എത്ര നേരം നിങ്ങൾക്ക് പറ്റുമോ? കൈകൾ ഉയർത്തിപ്പിടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കേട്ട് പോകുമ്പം അതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. ഈ കൈ ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ ഉയർത്തി നിർത്തി നോക്കിയേ, തല കറങ്ങുന്നത് പോലെയും വീണു പോകുന്നത് പോലെയും തോന്നും. നിസ്സാരമായൊരു കാര്യമല്ല. അവർ എടുത്ത വിലയും കൊടുത്ത ത്യാഗവും വലുതാണ്. നിങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തിപ്പിടിക്കുന്നത് വലിയ വലിയ കാര്യമാണോ? ഒന്ന് ഉയർത്തിപ്പിടിച്ച് 10 മിനിറ്റ് നിന്ന് നോക്ക്. ഒരു ജപമാലയുടെ ഒരു രഹസ്യം കരങ്ങൾ വിരിച്ച് തീരുമ്പം അപ്പോൾ 10 നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ കൈ അപ്പോൾ തന്നെ നമുക്കിവിടെ വല്ലാതെ വേദനയും. ഇത് സൂര്യാസ്തമയം വരെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു, ഉയർന്നു തന്നെ നിന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അതിൻ്റെ ഫലം എന്താണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. റിസൾട്ട്, അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടായി. 15-ാമത്തെ വാക്യം, മോശ അവിടെ ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വേ നിസി എന്ന പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ. സന്തോഷത്തിൻ്റെ വാക്കുകളുണ്ടായി. അന്തരീക്ഷം മാറി, സിറ്റുവേഷൻ മാറി. പ്രാർത്ഥന ഉയർന്നപ്പോൾ നേരത്തെ സങ്കടമായിരുന്നു, ഇപ്പോൾ വിജയപതാകയായി. നേരത്തെ സങ്കടമാ, പ്രശ്നമാ, എന്തു ചെയ്യും, എവിടെ ചൊല്ലും, എന്തു ചെയ്യും, ആരെ വിളിക്കും, നമ്മൾ തകർന്നു പോകുമല്ലോ, പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് അവരെടുത്തത് വിജയ പതാകയാണ്. നമ്മളും ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ തകർന്നു പോകും, കടബാധ്യതയാണല്ലോ, രോഗമാണല്ലോ, പ്രശ്നമാണല്ലോ, മക്കളിങ്ങനെയാണല്ലോ, കുടുംബം ഇങ്ങനെയാണല്ലോ. അവിടെ വിജയ പതാക എടുക്കാൻ പറ്റും.
തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം വിജയത്തിൻ്റെ പതാക എടുപ്പിക്കും. വിജയ പതാക എടുത്തത് യുദ്ധം ചെയ്തവരാ. പ്രാർത്ഥിച്ചവർ മോളിൽ നിൽക്കുകയാ. അവിടെ ബലിപീഠം പണിത് ഓർമ്മ, ആ ദൈവം പ്രവർത്തിച്ചതിൻ്റെ അടയാളത്തെ ഓർത്ത് ബലിപീഠം പണിതു. എന്നിട്ട് ബൈബിൾ അടുത്ത വാക്യമാണ്, തലമുറ തോറും കർത്താവ് അമലേക്കർക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പ്രാർത്ഥനയുണ്ടോ, അവിടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന ഉയരുന്നുണ്ടോ, അവിടെ ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറി, സന്തോഷത്തിൻ്റെ സമാധാനത്തെ അന്തരീക്ഷം, സിറ്റുവേഷൻ മാറി. ഇത് കണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ മാറാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റു നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്ക്. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെക്കുറിച്ച് പറയുന്നത് അതിരുകളില്ലാത്ത സ്നേഹമുള്ള ദൈവമെന്നാണ്. ബാക്കി എല്ലാ സ്നേഹത്തിനും അതിരുകളുണ്ട്. എല്ലാ സ്നേഹങ്ങൾക്കും അവസ്ഥ, ചില ഡിമാൻഡുകളുണ്ട്, അല്ലെങ്കിൽ അവർ പിണങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, അത് പിണങ്ങുകയില്ല. ഇസ്രായേൽക്കാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടാണ് ആ മലയുടെ മുകളിൽ ഒരു ബലിപീഠം പണിതിട്ട് യാഹ്വേ നിസി എന്ന പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടി കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് ഒന്ന് പറഞ്ഞ്, അതിരുകളില്ലാത്ത സ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരെന്ത്? ദൈവസ്നേഹം. പ്രത്യേകത എന്ത്? നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹം. പ്രത്യേകത നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും, അടുത്ത വാക്ക്, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹം ഏത്? ദൈവസ്നേഹം. പ്രത്യേകത എന്ത്? നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ വരികളുണ്ട്. ഏതെന്നറിയാമോ? ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ. അങ്ങനെ ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവസ്നേഹമാണ്. ഭർത്താവും ഭാര്യയാകാം, മാതാപിതാക്കളും മക്കളുമാകാം, ഏത് സ്നേഹമാണേലും ഏതൊരവസ്ഥയിലും സ്നേഹമായിരിക്കില്ല. ഏതേലും ഒരു സാഹചര്യത്തിന് മാറ്റം വന്നാൽ മുഖം മാറും, മുഖത്തിൻ്റെ കളറ് മാറും, രീതി മാറും, സ്വഭാവം മാറും, വർത്തമാനം മാറും, രീതി മാറും. പക്ഷെ ഇവിടെ രീതി മാറാത്തൊരു കാര്യം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ അങ്ങനെ ഒരാളെ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇസ്രായേൽക്കാർ തകർന്ന് തരിപ്പണമായി തോക്കുമെന്ന് പോലും ചിന്തിച്ച സ്ഥാനത്ത്, ആ ഒരവസ്ഥയിൽ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ സ്നേഹത്തോടെ ഉണ്ടായി. നമുക്കൊന്ന് അതൊന്ന് പാടാം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം. നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും, അമ്മ എന്നെ പ്രാർത്ഥിക്കുന്നവനെ, ഈ ലോകമെന്നെ വെറുത്താലും, എല്ലാവരും ഓർത്ത്, അമ്മ എന്നെ മറന്നാലും, ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുറന്നിടുന്നു. പിന്നെയോ എന്നെയോ മനയായി കരുതുന്ന
അതിരുകളില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. നിത്യസ്നേഹം, പ്രിയപ്പെട്ടവരെ, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമാപന സമയമാണ്. ആശീർവാദം സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഷെയർ ചെയ്യണം, അനേകരെ ഇതിൽ പങ്കെടുപ്പിക്കണം. നിങ്ങളുടെ നിയോഗവും ചേർത്ത് വയ്ക്കണം. ഇതൊരാളോ രണ്ടുപേരോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കും ബലമുണ്ട്, വലിയ ശക്തിയുണ്ട്. സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അറിയിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ആരാധനയുടെ ഈ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. നിയോഗങ്ങൾ അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ 9605818881.